അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ബി ജെ പി നടപ്പാക്കുന്നത് കൊണ്ട് മാത്രം ഏകീകൃത സിവിൽ കോഡിനെ അംഗീകരിക്കാൻ പ്രയാസമാണ്. അതാണല്ലോ പൊതുവെയുള്ള നിലപാട്. ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുമ്പോഴും അതാണല്ലോ അതിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. ഇടതുപക്ഷം അതാണ്, ആ ഒരു കാരണം കൊണ്ടാണ്. അതല്ലെങ്കിൽ മുൻപ് ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നിലവിൽ വരണം എന്നുള്ളത് CPM-ന്റെ നിലപാടായിരുന്നു. EMS ഒക്കെ എത്രയോ വട്ടം അതിനെപ്പറ്റി പ്രസംഗിച്ചിരിക്കുന്നു, ലേഖനം എഴുതിയിരിക്കുന്നു. പക്ഷെ BJP കൊണ്ടുവരുന്നതാണ് പ്രശ്നം. അതാണല്ലോ അല്ലേ? പക്ഷെ ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ നടപ്പിലാക്കി, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കടന്നു വരാൻ പോവുകയാണ്. മഞ്ജുഷ്, ഇതില് ഏറ്റവും അടിസ്ഥാനപരമായി കാണേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അപ്രസക്തമാക്കുന്ന തരത്തിൽ ഭരണഘടനയുടെ പ്രായോഗിക തലങ്ങളെ ആകമാനം തകർത്തു കളയുന്ന തരത്തിലുള്ള നിലപാടുകളാണ് പലപ്പോഴും സംഘപരിവാർ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 100 വർഷങ്ങൾക്ക് മുമ്പ് സംഘപരിവാർ രാഷ്ട്രീയം ആരംഭിക്കുന്ന ഘട്ടത്തിൽ എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് BJP ഇപ്പോഴും അധികാരത്തിലെത്തുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ സങ്കല്പം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ ഭരണം മാത്രമല്ല, ന്യൂനപക്ഷത്തിന്റെ ശബ്ദം കൂടി കേൾക്കണമെന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത്. ഇവിടെ ന്യൂനപക്ഷ ശബ്ദങ്ങളെ ആകമാനം ഇല്ലായ്മ ചെയ്യുകയും രാജ്യത്ത് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ആശങ്കാകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 13 പറയുന്ന മാതിരി രാജ്യത്തെ ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ 25 നൽകുന്ന അവകാശത്തെ ഹനിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം ഒരു നിയമം പാസാക്കിയിരുന്നു. ഇത് എത്രത്തോളം നിയമപരമായി ശരിയാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ നിയമപരമായി തന്നെ പോരാട്ടം നടത്തേണ്ട സാഹചര്യം കൂടി നിലനിൽക്കുന്നു. പക്ഷെ കോടതികളിൽ നിന്ന് മുൻപ് വന്നിട്ടുള്ള, സുപ്രീം കോടതിയിൽ നിന്ന് പ്രത്യേകിച്ച് വന്നിട്ടുള്ള വിധികൾ വെച്ച് നോക്കുമ്പോൾ ഈ പൊതു വ്യക്തി നിയമം എന്നുള്ളത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, 44-ാം അനുച്ഛേദത്തിൽ ഉള്ളതാണ് നിർദ്ദേശക തത്വമായിട്ട്. അപ്പോൾ അത് നടപ്പിലാക്കണമെന്ന് ഉത്തരവിടാൻ പറ്റില്ലല്ലോ, നടപ്പിലാക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായി മാറുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച് സുദീർഘമായ ചർച്ചകൾ നടന്നിരുന്നു? 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്ത ചർച്ചകളിൽ ഇത് സംബന്ധിച്ച് അന്ന് രാഷ്ട്രീയ നേതാക്കന്മാരും ഈ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് നിർദ്ദേശക തത്വങ്ങളിൽ മാത്രം വെച്ചു? എന്തുകൊണ്ട് അത് മറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിലോ മറ്റ് ഒരിടത്തും വെച്ചില്ല എന്നുള്ളതല്ലേ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. നിർദ്ദേശക തത്വങ്ങളിൽ വെക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളുടെ കാതൽ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യം. ഇന്ത്യ ഒരു മതേതര രാജ്യം ആയി നിലനിൽക്കണമെങ്കിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ അനുഭവിച്ചു വരുന്ന വ്യക്തി നിയമങ്ങൾ കൂടി ബാധകമായേ മതിയാകും. എന്തുകൊണ്ടൊരു വ്യക്തി നിയമം രൂപപ്പെടുന്നത് എങ്ങനെയെന്നാൽ അത് നിലവിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമം മാത്രമല്ല, നിലവിൽ ഒരു സമൂഹം അനുവർത്തിച്ചു വരുന്ന കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന നിയമങ്ങൾ കൂടി ബാധകമാകുന്നതാണ് നിയമം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അല്ലല്ല, ഈ ഒരു മതനിരപേക്ഷ രാജ്യത്ത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം എന്നുള്ളതാണല്ലോ. അപ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരേ നിയമം എന്നുള്ളത് അതാണല്ലോ ശരിയായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പുരോഗതിയുടെ ഈ കാലത്ത്, പുരോഗമന കാലത്ത് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാവർക്കും ഒരേ നിയമം എന്നുള്ളത്. അത് പക്ഷേ CPM-നും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷെ BJP അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രം ആ നിലപാടിൽ മാറ്റം വന്നതല്ലേ? അത് സംബന്ധിച്ചുകൂടെ നിങ്ങൾക്ക്? അങ്ങനെയല്ല, അതില് അടിസ്ഥാനപരമായി എങ്ങനെയാണ് BJP ഓരോ നിയമം, ഇപ്പോ നേരത്തെ ഷാബു പ്രസാദ് തന്നെ സൂചിപ്പിച്ചു, ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് പാർലമെന്റിൽ അമിത്ഷാ തന്റെ പോക്കറ്റിൽ നിന്ന് ഉയർത്തി ഒരു ബില്ലെടുത്ത് ചർച്ചകൾക്ക് പോലും സാധ്യതയില്ലാത്ത തരത്തിൽ ആ ബില്ല് അവതരിപ്പിക്കുകയായിരുന്നു. അത് നാം ഇന്ത്യ ഒട്ടാകെ കണ്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അതുപോലെ ഇത് സമവായത്തിലുള്ള സാഹചര്യം പോലും സൃഷ്ടിക്കാതെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന ലക്ഷ്യത്തിൽ മതേതരത്വം ഭരണഘടനയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ ആണ്, ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കാണ് BJPയും RSSും നടന്നു പോകുന്നത്. അതിനെയാണ് ഇടതുപക്ഷം എതിർക്കുന്നത്, വിശിഷ്യ CPM എതിർക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് വരുന്നത് കൊണ്ട് എന്തു ലക്ഷ്യം സാഫല്യമാകുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. എന്തു ലക്ഷ്യമാണ്? സ്ത്രീകളുടെ സ്വത്തവകാശത്തെ സംബന്ധിച്ചോ, സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ചോ, സ്ത്രീകൾക്ക് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യത്തെ സംബന്ധിച്ചോ ആണോ
BJP ആശങ്കപ്പെടുന്നത് എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് മറ്റിതര മാർഗമുണ്ട്. 1935 മുസ്ലിം വ്യക്തി നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആ നിയമത്തിൽ കാലാനുസൃതമായ പരിഷ്കരണം നടത്തിയാൽ മാത്രം മതിയാവും. മാത്രമല്ല, എന്തുകൊണ്ട് പല നിയമങ്ങളും കാലാനുസൃതമായി അമെന്റ്മെന്റുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാജ്യത്ത് നിലവിലുന്ന സമുദായങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന പരമപ്രധാനമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പലപ്പോഴും പല നിയമങ്ങളും അമെന്റ് ചെയ്യുകയും ഉത്ഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ അനാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യില്ല. ഉദാഹരണത്തിന് മുത്തലാഖ്. ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന മുത്തലാഖ് എന്ന് പറയുന്ന നിയമം ഇല്ലായ്മ ചെയ്തു. മുത്തലാഖ് എന്ന് പറയുന്ന അനാചാരം ഇല്ലായ്മ ചെയ്തു. അത് സ്വാഗതാർഹമാണ്. പക്ഷേ രാജ്യത്തെ വിവാഹ നിയമങ്ങളിൽ എവിടെയെങ്കിലും ഒരു വ്യക്തി ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാവുമെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ്. മുത്തലാഖ് ചെയ്യപ്പെടുന്ന ആൾ വിവാഹമോചനം നടത്തുന്ന ഘട്ടത്തിൽ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. അത്തരത്തിൽ ഉള്ള സ്പർദ്ധകൾ വരുത്തുന്നതും അരികുവൽക്കരിക്കുകയും ചെയ്യുന്ന നീക്കങ്ങൾ അരുത് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് RSS നടപ്പിലാക്കാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡിനെ വളരെ ശക്തിയുക്തം എതിർക്കേണ്ടി. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ മുസ്ലിങ്ങളുടെ മാത്രം വ്യക്തി നിയമം എടുത്തു കളയുന്നു എന്ന രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ടല്ലേ ഈ വിവേചനമുണ്ട് എന്ന തോന്നൽ വരുന്നത്? അത് എല്ലാ സമുദായങ്ങൾക്കും വ്യക്തി നിയമങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അതിന്റെ കരട് പോലും കാണുന്നതിന് മുൻപ് ഇത് ഹിന്ദു രാഷ്ട്രത്തിന്റെ പാതയിലേക്കുള്ള പോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എതിർക്കുന്നത്. അത് ഈ BJPയുടെ മുൻ ചെയ്തികൾ അല്ലേ? അതാണല്ലോ നിങ്ങളുടെ മനസ്സിലുള്ളത്. അല്ല, എന്തുകൊണ്ട് RSS ഇങ്ങനെ പറയുന്നു, BJP ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. എന്തുകൊണ്ട് വ്യക്തി നിയമങ്ങളിൽ മേൽ, ഉദാഹരണത്തിന് നേരത്തെ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും മാത്രമേ കുട്ടികളെ ദത്തെടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അത് വഴിമാറിയത് ദത്തെടുക്കൽ നിയമത്തിന് ശേഷം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും കുട്ടികളെ ദത്തെടുക്കുന്ന നിയമപരമായി അനുമതിയുള്ളത്. മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾ ആസ്വദിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ വിവാഹ സമയത്ത് ലഭിക്കുന്ന മഹർ എന്ന് പറയുന്ന ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നുള്ളത് ശരീഅത്ത് നിയമമാണ്. ആ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നുള്ള ശരീഅത്ത് നിയമത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ മുസ്ലിം സ്ത്രീകൾ ഇന്നുവരെ അനുഭവിച്ചു വരുന്ന വലിയ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ്. അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാവുന്നു. അപ്പോ എന്ത് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നല്ല, എന്തൊക്കെ എഴുതി വെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു മുൻധാരണയോടുകൂടി സമീപിക്കുന്നതാണ്. പക്ഷെ അതിൽ ഒരു ഉദാഹരണം ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയിരിക്കുന്ന, ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന പൊതുവ്യക്തി നിയമം.